ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഗുലാം കേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചേരുവക നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം അതിലോട്ട് RKG ഒഴിക്കുക. ഡാൽഡ പറ്റൂല, RKG തന്നെ വേണം. അപ്പോൾ അത് ഒഴിച്ചിട്ട് നല്ല ചൂടായി വരുമ്പോൾ അതിൽ അണ്ടി മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി അതിന് ശേഷം ആ RKG തന്നെ നമുക്ക് 2 പാക്ക് സേമിയം നല്ലൊന്ന് വഴറ്റിയെടുക്കാം. അത് നല്ല ഒരു ബ്രൗൺ കളറാവോളം നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ വളരെ സ്ലോ ആക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും സേമിയം. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മളെ സേമിയം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കത് കോരി പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ RKG ഒഴിക്കുക. പിന്നെ അതിലോട്ട് റവ ഇടുക. റവ 1 കപ്പ് മതി. റവ ഇട്ടിട്ട് നല്ലൊന്ന് ഇതേമാതിരി വറുത്തെടുക്കാം. അങ്ങനെ റവ നല്ല ഇങ്ങനെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 1 കപ്പ് പച്ചവെള്ളം ചേർക്കാം. എന്നിട്ടൊന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ലിറ്റർ പാലെടുക്കുക. അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ച സേമിയം അതിലോട്ട് ചേർത്താം. അതിൽ അണ്ടി മുന്തിരി ഒക്കെ ഉണ്ട്, അതൊക്കെ കൂടെ നമ്മൾ അതിലോട്ട് ചേർത്ത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് അതിൽ കിടന്ന് നല്ല വറ്റി വരണം. അതുവരെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് പഞ്ചസാരയും, ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും, പിന്നെ അതിൽ കുറച്ച് ഏലക്കയും ചേർത്തിട്ട് നല്ലൊന്ന് പൊടിച്ചിട്ട് അതും ചേർത്താം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു കളറിനാണ്, കേക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലൊന്ന് ഇളക്കിയിട്ട് നമ്മളതൊന്ന് കുറുക്കി വഴന്ന് വെച്ച് അതുവരെ ഒന്ന് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ വീട്ടിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടെ RKG ഒന്ന് ഒഴിക്കുക. പിന്നെ ഒന്ന് നല്ല ഇളക്കിയിട്ട് നമുക്കിനി ഒരു തട്ടെടുക്കാം. തട്ടിലാണ് ഇത് പരത്തേണ്ടത്. അപ്പോൾ നല്ല ഇങ്ങോട്ട് ഇളക്കി കുറച്ചൊരു വെള്ളം എന്നാൽ നല്ല ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കാത്തൊരു രൂപമാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഒരു തട്ടെടുക്കുക. ആ തട്ടിൽ കുറച്ച് നെയ്യ് തടവുക. ഇനി അതതിൽ നല്ല ഇങ്ങോട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കഷ്ണാക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ഓരോ വരകളിടുക. പിന്നെ നമ്മൾ ഓരോ ഷേപ്പിനനുസരിച്ച് നമ്മളിങ്ങനെ കേക്കിൻ്റെ രൂപത്തിലാക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗുലാം കേക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ ഫുൾ വീഡിയോ വേണമെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ